തൃശൂർ പൂരം അലങ്കോലപ്പെടുത്താൻ നീക്കമെന്ന മുന്നറിയിപ്പ് ADGP MR അജിത് കുമാർ അവഗണിച്ചെന്നാണ് ക്രൈംബ്രാഞ്ചിന് റവന്യൂ മന്ത്രി കെ രാജൻ മൊഴി നൽകിയിരിക്കുന്നത്. പലതവണ ഫോൺ വിളിച്ചിട്ടും MR അജിത് കുമാർ ഫോൺ എടുത്തില്ല. പോലീസ് നടപടി രാഷ്ട്രീയ ഗൂഢാലോചന ഭാഗമാണോ എന്ന് സംശയിക്കുന്നുവെന്നും മന്ത്രി ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. ഷബീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരം. ഷബീദ്, വിശദാംശങ്ങൾ. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ CPI ഈ ആരോപണം ഉന്നയിച്ചതാണ്. മാത്രമല്ല VS സുനിൽകുമാർ അടക്കമുള്ള ആളുകൾ അവരുടെ മൊഴിയിലും പറഞ്ഞത് ഇക്കാര്യം തന്നെയാണ്. പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ത്രിതല അന്വേഷണമായിരുന്നു നടന്നു വന്നിരുന്നതിൽ ഏറ്റവും അവസാനത്തെ അവശേഷിക്കുന്ന അന്വേഷണം ക്രൈംബ്രാഞ്ച് മേധാവിയായ H വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ്. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി കെ രാജന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തിയത്. അദ്ദേഹം നൽകിയിരിക്കുന്ന മൊഴി ഇങ്ങനെയാണ്: പൂരം കലക്കൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. പൂരം അലങ്കോലപ്പെടുത്താൻ നീക്കമെന്ന മുന്നറിയിപ്പ് MR അജിത് കുമാർ അവഗണിച്ചു. പൂരം കലക്കി രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ഗൂഢാലോചന നടന്നു. ഇതിൽ അന്വേഷണം വേണം. പോലീസ് നടപടി രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് സംശയിക്കുന്നതായും മന്ത്രി കെ രാജൻ ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും CPI മുൻപ് പറഞ്ഞ കാര്യങ്ങൾ അത് ഈ അവശേഷിക്കുന്ന അവസാന അന്വേഷണത്തിലും റവന്യൂ മന്ത്രി കെ രാജൻ മൊഴിയായി നൽകിയിട്ടുണ്ട്. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് മൊഴിയെടുക്കലടക്കം ഇതിന്റെ ഭാഗമായി പുരോഗമിക്കുന്നുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി. എത്രയും വേഗം അവശേഷിക്കുന്ന ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൂടി മുഖ്യമന്ത്രിക്ക് കൈമാറാനാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്.